ഹായ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചിട്ട് പോയാലും ഒരു 10-15 മാർക്കിന് നമ്മൾ എന്ത് ചെയ്യും, കയറാതിരിക്കും, നമ്മൾ ലിസ്റ്റിൽ വരാതിരിക്കും. സോ ഈ 10-15 മാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ ഈ 10-15 മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കും നമ്മൾ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അതെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ഒരു 10 ക്വസ്റ്റ്യനോ 15 ക്വസ്റ്റ്യനോ ചെയ്യണം. അപ്പോൾ ആ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്യും, നെഗറ്റീവ് അടിച്ചു പോകും. പക്ഷേ അങ്ങനെയല്ല, നമുക്കറിയാത്ത ക്വസ്റ്റ്യനെ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ 10-15 മാർക്ക് നേടി നമുക്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് നമ്മൾ കാണിച്ചു തരുവാണ്, ഓക്കെ ഇങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. സോ LDC നമുക്ക് അടുത്തുകൊണ്ട് നമ്മൾ LDCയുടെ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. ഇതൊരു പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് CPയുടെ ക്വസ്റ്റ്യനാണ്. ഈ കഴിഞ്ഞ വട്ടം നടന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് മീസോസ്ഫിയറിനെ കുറിച്ചാണ് ചോദിച്ചത്, അതിൻ്റെ സവിശേഷതകൾ. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെന്ന് വെച്ചോ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിക്കുകയാണ്. വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ആലോചിക്കുകയാണോ അല്ലെന്ന്, ബട്ട് അങ്ങനെ ആലോചിക്കാൻ നിൽക്കില്ല. നമുക്കറിയത്തില്ല, അപ്പോഴേ അടുത്തതിനകത്തോട്ട് പോകണം. അടുത്ത വായിക്കാം. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാ വയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായി വർത്തിക്കുന്നത് ഓസോൺ പാളിയാണ്. അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്കറിയത്തില്ല അത് ഇവിടെയാണോ എവിടെയാണോ എന്ന്. ചിലർക്കറിയായിരിക്കും, ചിലർക്കറിയത്തില്ലായിരിക്കും. ഓക്കെ, നമ്മളറിയാത്ത ഗ്രൂപ്പാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് കിടന്നേ. ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ എത്തിയപ്പോൾ നമുക്ക് ഒന്ന് കത്തി. എങ്ങനെ കത്തി? ഭൂമിയിലെ എല്ലാ ബയോളജിക്കൽ ആക്ടിവിറ്റിയിലും ഈ ലെയറിലാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്, ഈ മീസോസ്ഫിയറിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞത്. നമുക്കറിയാം, ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നടക്കും, അതായത് ലാൻഡിൽ നടക്കും, വാട്ടറിൽ നടക്കും, ഇപ്പോൾ സീയിൽ നടക്കും. അപ്പോൾ ഈ ഒരു പാളിയിലാണ് എല്ലാം നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാക്കി ഒന്നും അറിയത്തില്ല, നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ആലോചിക്കാനൊരു സ്പേസ് കിട്ടി. സോ നമ്മളത് ആലോചിച്ച് നമ്മൾ അവിടുന്ന് ഇത് കട്ട് ചെയ്യുക. നോക്കുക, അവിടുന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ A സിമ്പിളായിട്ട് കിട്ടി. എന്നിട്ട് നമ്മൾ അടുത്ത നാലാമത്തെ ഒന്ന് നോക്കുവാണ്, അത് ശരിയാണോ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, 4ഉം ഒന്നും കൂടെ നോക്കിയേ. ഇവിടെ പറഞ്ഞ റേഡിയോ തരംഗങ്ങളും ഇവിടെ ചാർജുള്ള അയോണാണ് പറയുന്നത്. സോ ഇത് രണ്ടും ഒരു ബന്ധമില്ല, ഇത് രണ്ടും ഒരേ ഗ്രൂപ്പ് കാറ്റഗറി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ലോജിക്കലി നമ്മളിവിടെ എല്ലാം എന്നുള്ള എടുത്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ വന്നു. ബാക്കി ആ ഉത്തരം ഇത് തന്നെയാണോ എന്ന് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും 1ഉം 4ഉം ഒരേ ബന്ധം കാണിക്കുന്നതുമാണ്. സോ നമുക്ക് ധൈര്യമായിട്ട് ഈ ആൻസറിൻ്റെ അകത്തോട്ട് പോവുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒന്നും അറിയാത്ത ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാനും പറ്റും. ഇത്ര സിമ്പിളാണ്. ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റിലോട്ട് വരുത്തുന്നത്. സോ ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം, എന്നാലേ നമുക്ക് റാങ്കിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. വളരെ എളുപ്പം കുറച്ച് അറിവുകൊണ്ട് നമുക്ക് എത്താൻ പറ്റും.